യെസ് യെസ് യെസ്, ആ കുട്ടി തന്നെ. ഈ ധോനിയൊക്കെ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഞാനിത് SP അറിയിക്കാം. പക്ഷേ SP-ക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ട്. അതെന്താ നിങ്ങൾ പറഞ്ഞോ? എന്ത് സംശയമാണെങ്കിലും ഞാൻ വളരെ സിമ്പിളായിട്ട് അത് പരിഹരിച്ചു തരും. അല്ല, ധോനിയും അർജുനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നാണ് SP-യുടെ സംശയം. ഏതു നേരവും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ നടപ്പല്ല. രണ്ടുപേരെയും തമ്മി കണ്ട നല്ല ചേർച്ചയും ഉണ്ട്. അയ്യേ, ആ ചേർച്ച അല്ല ഈ ചേർച്ച. ഞങ്ങളെ ചങ്ക ഫ്രണ്ട്സാ. ഞാൻ അവളുടെ ബെസ്റ്റി, അവൾ എന്റെ ബെസ്റ്റി. അല്ല, ഈ സിറ്റുവേഷൻഷിപ്പിന്റെയും ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റിന്റെയും ഒക്കെ കാലമല്ലേ. ആ സ്ഥിതിക്ക് ഈ ബെസ്റ്റിമാരെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ എല്ലാരും കൂടി ഒന്നുകൂടെ ആലോചിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനം അറിയിക്കാം. ഓ, അങ്ങനെ ആവട്ടെ. അയ്യോ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു എന്റെ. അല്ല ധോനി, നിനക്കെന്ത് തോന്നുന്നു? ഈ കാലത്ത് എന്താ ഏതാന്നൊക്കെ എങ്ങനെയാ വിശ്വസിക്കുക? ബേട്ട കൂടി രാമപുരത്തിന് വരേണ്ടതായിരുന്നു. എനിക്ക് കല്യാണ കച്ചേരിയിൽ എപ്പോഴും വലിയ വിശ്വാസമില്ല. ചോരക്കളി വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. അരേ ബേട്ടാ, ഇതൊരു പൂച്ചയും എലിയും ഗെയിമായിട്ട് എടുത്താ മതി. അവൾ എലിയും നമ്മൾ പൂച്ചകളും. കൂടുതൽ അടിച്ചുപൊളിയൊന്നും വേണ്ട. ഒരു പൊതുശത്രു വന്നപ്പോ അവൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, അത്രയും കരുതിയാ മതി. ഞാനും അത്രേ കരുതിയിട്ടുള്ളൂ. ശത്രുവിന്റെ ശത്രു മിത്രം. അല്ലാതെ എന്റെ ഉള്ളില് ഏട്ടനോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുമൊന്നും അല്ല. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ആവോ ബേട്ടി. അല്ല, എങ്ങോട്ടാ യാത്ര? ഊട്ടിക്കാ. ഊട്ടിക്കോ? എന്താ വരുന്നോ? അല്ല, ഊട്ടിക്കൊക്കെ അവൻ എന്റെ കൂടെ ഊട്ടിക്ക് വരണമെന്ന് വായില് നോക്കി. എന്റെ ധോനി, നീ എന്തെങ്കിലും ഒന്ന് പറ. കുറെ നേരമായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട്. അതെടാ, ഞാനേ ഭയങ്കര ആലോചനയിലായിരുന്നു. നിന്നെ വിളിക്കാൻ ഫ്രഷ് ആയിട്ടുള്ള വല്ല ചീത്തയും കിട്ടുമെന്ന് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കായിരുന്നു. എടാ 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 മരങ്ങോടാ, എടാ എത്ര മനോഹരമായിട്ടാ ഞാൻ എന്റെ പ്രത്യേകതര ആക്ഷനിലൂടെ നിനക്ക് സൂചന തന്നത്. എന്നിട്ട് നീ എന്തൊക്കെ മണ്ടത്തരങ്ങൾ ആ കള്ളസ്വാമിയോട് പറഞ്ഞത്. ആര്യന്റെ സ്വത്തല്ല എന്റെ ലക്ഷ്യം എന്ന് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചപ്പോ നീ എന്താടാ പറഞ്ഞത്? ഞാൻ ആര്യനോട് ബൈ പറഞ്ഞതാണെന്ന്. നിന്റെ മണ്ടത്തരം ഓർത്ത് ഞാൻ എന്റെ തലയിൽ കൈവച്ചപ്പോ ഞാൻ എന്റെ വിധിയെ പഴിക്കുകയാണെന്ന്. എടാ, നിന്നോടുള്ള കലിപ്പ് ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ പ്രതികാര ദുർഗയാവുന്നു. എന്റെ ധോനി, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആര് നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള അവിഹിത ബന്ധം ഉപേക്ഷിക്കണം. അവിഹിതോ? ഏത് വകുപ്പിലാടാ നീ അങ്ങനെ പറഞ്ഞേ? അയ്യോ, അത് ഞാനല്ല, ആ സ്വാമി അങ്കിൾ അങ്ങനെ പറഞ്ഞത്. ആ പെരുക്കളൻ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ. എടി മണ്ടി, എടി സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ എന്താ അർത്ഥം?